ഇന്ന് ആയുർവേദ ചികിത്സയ്ക്ക് വരുന്ന പലരുടെയും വിചാരം ആയുർവേദ ചികിത്സ മറ്റ് ചികിത്സകളെക്കാൾ വളരെയേറെ ചിലവ് കൂടിയതാണ് എന്നൊരു വിശ്വാസത്തിലാണ് വരുന്നത്. പക്ഷേ പലപ്പോഴും ഇതൊരു ഒട്ടും തന്നെ ശരിയായ ഒരു കാര്യമല്ല. ആയുർവേദ ഔഷധങ്ങൾ നിങ്ങളുടെ പറമ്പിൽ നിങ്ങളുടെ ചുറ്റും കിട്ടുന്ന ഔഷധങ്ങളാണ് ഏതാണ്ട് 90% ഔഷധങ്ങളും. ഇത് പറിച്ചെടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു കഷായം ഉണ്ടാക്കി തരാൻ അല്ലെങ്കിൽ ഒരു മരുന്ന് ഉണ്ടാക്കി തരാൻ ഈ ആയുർവേദ ഡോക്ടറെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കുറിപ്പടി തരാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. 100-150 രൂപ ഫീസ് കൊടുത്ത് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യം നിങ്ങളുടെ ചുറ്റുമുള്ള പറമ്പിലുള്ള മരുന്നുകളോ അല്ലെങ്കിൽ അങ്ങാടിക്കടയിൽ പോയുള്ള മരുന്നുകളോ ഉപയോഗിച്ച് ഔഷധങ്ങളാക്കി ചികിത്സിച്ച് കഴിഞ്ഞാൽ വളരെ ചിലവ് കുറച്ച് ആയുർവേദ ചികിത്സ ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഏതാണ്ട് നല്ല ശതമാനം സർജറികൾ ഏതാണ്ട് 90% ഞാൻ പറയാൻ പോകുന്ന കുറേയേറെ സർജറികൾ ആയുർവേദം കൊണ്ട് ഒഴിവാക്കാൻ കഴിയും. നട്ടലിൻ്റെ ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ, മുട്ടിൻ്റെ നീരും വന്ന് മുട്ടിൻ്റെ മാറ്റിവെക്കൽ, അതേപോലെ തന്നെ ടോൺസിലൈറ്റിസ്, വെരിക്കോസ് വെയിൻ, സൈനസൈറ്റിസ് അങ്ങനെ തുടങ്ങിയ കുറേയേറെ അസുഖങ്ങൾ ശസ്ത്രക്രിയയില്ലാതെ മാറ്റിയെടുക്കാൻ ആയുർവേദത്തിന് കഴിയും. ഇവിടെ ചിലവെന്ന് പറയുന്നത് ശസ്ത്രക്രിയയുടെ 10% പോലും വരില്ല. നമ്മൾ അഥവാ ഇനി അതിന് പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്യേണ്ടി വന്നാൽ പോലും 2 ലക്ഷം രൂപയാകുന്ന ഒരു സർജറി ഏതാണ്ട് 50,000 രൂപയിൽ താഴെ പഞ്ചകർമ്മ ചികിത്സ കൊണ്ട് 100% മാറ്റിയെടുക്കാൻ കഴിയും. ആയുർവേദ ഔഷധങ്ങൾ കൊണ്ട് ഇങ്ങനെ മാറ്റിയെടുക്കുന്ന അസുഖങ്ങൾ വീണ്ടും വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. സർജറി പലപ്പോഴും നടുവിൻ്റെ സർജറി മറ്റും ചെയ്തു കഴിഞ്ഞാൽ ഈ വേദന 1, 2 അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ് തിരിച്ചു വരാറുണ്ട്. പക്ഷേ ആയുർവേദത്തിലാകുമ്പോൾ ഇത് ഒരിക്കൽ മാറിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അത് തിരിച്ചു വരുന്നില്ല എന്നുള്ളൊരു സത്യവുമുണ്ട്.